സുബാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നുറുക്ക് ഗോതമ്പ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇതാ ബ്രോക്കൺ വീറ്റ് ഇങ്ങനെയുള്ളതാണ്. ഇത് ശരിക്കും കുറച്ച് വലിയ ഇതിലുള്ളതാണ്, പക്ഷേ ഇതിനേക്കാളും ചെറിയ നുറുക്ക് ഗോതമ്പുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനിത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർത്ത് വെച്ചത്. 2 മണിക്കൂറായിട്ടുണ്ട്. ചൂടുവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 4-5 മണിക്കൂറൊക്കെ ഇത് കുതിർത്ത് വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടാൻ വേണ്ടി ഞാൻ 2 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വെള്ളം കഴുകിയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ കുതിർക്കാൻ വെച്ചിരുന്ന ഈ ഗോതമ്പുണ്ടല്ലോ, അത് നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് വെള്ളം എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരയ്ക്കണം, എന്നാലും വെള്ളം കൂടിപ്പോണ്ട, ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ നുറുക്ക് ഗോതമ്പ്, അതായത് ബ്രോക്കൺ വീറ്റ് അത്രയും അതിലിട്ടിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്ത്, അതായത് 1 കപ്പിന് ഞാൻ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്തോളാം. അപ്പം ഞാൻ 1 കപ്പിന് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് ശർക്കര വേണമെങ്കിൽ ചേർത്തോളാം. ഇതിപ്പോൾ നോർമലായിട്ടുള്ള മധുരമായിരിക്കും. അപ്പോൾ നമ്മൾ ശകലം വെള്ളം ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ അരയ്ക്കണം. ശകലം വെള്ളം ചേർത്താൽ മതി കേട്ടോ, എന്ന് വെച്ചാൽ അരച്ച് നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്തോളാം. നല്ല രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്കായിട്ട് അരച്ചെടുത്തത്. ഞാൻ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചോളൂ. നിങ്ങൾ അതും നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയിലുള്ള വെള്ളവും ആ നുറുക്ക് ഗോതമ്പ് വന്നിട്ട് നമ്മൾ അരിപ്പയിൽ ഊറ്റിയൊന്നും അല്ല എടുത്ത് കൈകൊണ്ട് പിഴിഞ്ഞാണ് ഇട്ടത്. അപ്പോൾ അതിലും ചെറിയ വെള്ളത്തിൻ്റെ അംശം കാണും. അതുകൊണ്ട് വെള്ളം നോക്കി അരച്ചോണം. അഥവാ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് ലൂസായി പോയെങ്കിൽ ശകലം ഗോതമ്പാവും കൂടെ ചേർത്തോളാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇപ്പം അരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം, ഇതിൻ്റെ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാരയോ ശർക്കര പൊടിച്ചതോ എന്തെങ്കിലും അരച്ച് അവസാനമാകുമ്പോൾ അത് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഞാനിതിൻ്റെ കൂടെ 1 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. ഈ എള്ള് ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. ഇനിയിപ്പം നമുക്കിതിൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ചിരകിയത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് തേങ്ങ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർത്തോളാം. അപ്പോൾ അതും കൂടെ ചേർത്തു. ഇനിയിപ്പോൾ നമുക്കിതിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി ഏലക്കാപ്പൊടി. ചില ഇതൊക്കെ മണം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, സോഡാപ്പൊടി, അത് വേണമെങ്കിൽ ഇത് ചേർക്കാം, നല്ല പൊങ്ങി വരാനായിട്ട്. പക്ഷേ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ചേർത്താലേ കുറച്ച് എണ്ണ കുടിക്കും, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. നമുക്കിത് നല്ല പോലെ തന്നെ കൈ കൊണ്ടായാലും സ്പൂൺ കൊണ്ടായാലും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പം ഞാനത് മിക്സ് ചെയ്തു, കണ്ടോ, ഇത്ര കട്ടിക്കാണ്, ഇത്രയും വേണം, തീരെ വെള്ളമായി പോരുത്. നമുക്കിത് കൈ കൊണ്ടും എണ്ണയിൽ ഇട്ട് കൊടുക്കാം, ഇല്ല ഇതുപോലത്തെ ഒരു സ്പൂൺ കൊണ്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓയിലൊന്ന് ചൂടാട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ. ഇനിയിപ്പോൾ നമുക്കിത് കൈ കൊണ്ടാണ് ഞാൻ എടുത്തിടാൻ പോകുന്നത്. സ്പൂൺ വെച്ച് ഇടാൻ കുഴപ്പമില്ല, പക്ഷേ കൈ കൊണ്ട് എടുത്തിടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണെന്ന് കുറച്ച് വെള്ളത്തിൽ കൈ ഇങ്ങനെ നനച്ചിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും, അതാണ്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇട്ടോളാം കേട്ടോ. ലോക്ക് മീഡിയത്തിന് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ, എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഭയങ്കര മഴ, അതാണ് ഈ മഴയുടെ സൗണ്ട്. ഞാനിപ്പോൾ ഇത്ര ഇട്ടോളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്തെന്ന് വെച്ചാൽ നമ്മൾ ചൂട് വെള്ളത്തിലല്ലേ ഈ അതായത് ഗോതമ്പ് വന്നിട്ട്, അതായത് ബ്രോക്കൺ വീറ്റ് വന്നിട്ട് നമ്മൾ ചൂട് വെള്ളത്തിലാണ് കുതിർക്കാനായിട്ട് വെച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും.
അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ സോഡാപ്പൊടിയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് നല്ലപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മൾ മീഡിയത്തിനും ലോക്കും ഇടയ്ക്ക് വയ്ക്കുമ്പോൾ അകത്ത് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ 2-3 പ്രാവശ്യം മറിച്ച് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എങ്കിൽ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. നമ്മൾ സോഡാപ്പൊടി ഇട്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ കുടിക്കും, അതാണ് പ്രശ്നം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് കൈ കൊണ്ട് ഇടുന്നതാണ് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ എടുത്തത്. വെള്ളത്തിൽ നനയ്ക്കുമ്പോഴേ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ടെടുക്കുകയില്ല. അപ്പോൾ ഇതും അതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ബാച്ച് നമ്മൾ ഇട്ടതും വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അത് മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഓയിലൊന്നും ഇതിൽ ശരിക്കും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒഴിച്ച ഓയിൽ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ശർക്കര, തേങ്ങ, നുറുക്ക് ഗോതമ്പ് ഇതൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അവർ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഷ്നട്ട് ഉണ്ടല്ലോ, കാഷ്നട്ട് പൊടിച്ചിട്ട്, അതായത് തീരെ പൊടിയാക്കിയിട്ടല്ല, ഒന്നും ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ കുട്ടികൾ കഴിക്കുകയാണെങ്കിലേ കുറച്ചുകൂടെ നല്ലതല്ലേ അത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ മധുരം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടോളാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.